അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിലും ജമ്മു ആൻഡ് കശ്മീരിലും സംഭവിച്ചത് എന്താണ്? രണ്ടിടത്തും എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി പാളിപ്പോയി. എക്സിറ്റ് പോളുകളെല്ലാം എക്സിറ്റ്. ഡസനോളം മാധ്യമ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ എക്സിറ്റ് പോൾ എന്തുകൊണ്ട് പിഴച്ചുപോയി? ഹരിയാനയിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം വൻ വിജയം നേടും എന്നായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചത്. ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും BJPയുടെ വിജയം പ്രവചിച്ചില്ല. ജമ്മു കശ്മീരിൽ തൂക്കുസഭയായിരിക്കും, ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നായിരുന്നു പ്രവചനം. രണ്ടും പാളിപ്പോയി. വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്നവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എക്സിറ്റ് പോളുകൾ എടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് രണ്ടും പിഴച്ചുപോയി? ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി. അതേസമയം ഹരിയാനയിൽ അപ്രതീക്ഷിതമായി എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന സാഹചര്യം. കോൺഗ്രസിന് കിട്ടിയ തിരിച്ചടി ഹരിയാന നമ്പർ 1. ഒന്ന്, അമിതമായ ആത്മവിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ൽ 5 സീറ്റ് നേടിയതിൻ്റെ അഹങ്കാരമാണ് കോൺഗ്രസിനെ ഈ ഗതിയിലെത്തിച്ചത്. 2019 10ൽ 10 സീറ്റിലും BJP തൂത്തുവാരിയതായിരുന്നു ലോക്സഭയിൽ ഹരിയാനയിൽ. ഇത്തവണ 5 സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം കൊടുത്തു. ആത്മവിശ്വാസം അതിരുകടന്ന ആത്മവിശ്വാസമായി മാറിയതിൻ്റെ ദുരന്തമാണിത്. അതായത് 2019 വോട്ട് ഷെയർ 28.5% 2024 43.67%, അതായത് 15% വോട്ടിൻ്റെ ഇൻക്രീസ്, വർധന കോൺഗ്രസിന് ഹരിയാനയിൽ കിട്ടി എന്നതിൻ്റെ അഹങ്കാരം കൂടി കളിച്ചു. അങ്ങനെ തോറ്റു തുന്നം പാടി. ഒന്ന്, AAPയുമായിട്ട് സഖ്യം അലസി, ചർച്ച അലസി. AAP ഹരിയാനയിൽ തന്നെ അസംബ്ലി സീറ്റുകൾ 10 ചോദിച്ചു. AAP ഭരിക്കുന്ന പഞ്ചാബിനോടും ഡൽഹിയോടും ചേർന്നുള്ള അതിർത്തി സീറ്റുകളാണ് AAP ചോദിച്ചത്. അത് AAPക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് AAP സഖ്യത്തിന് വിജയം നേടാനാകുമായിരുന്നു. 2, ജാട്ട് വോട്ട് ബാങ്കിൽ അധികമായിട്ട് കേന്ദ്രീകരിച്ചത് ഭൂപീന്ദർ സിംഗ് ഹുഡ എന്ന ജാട്ടിൻ്റെ കയ്യിലേക്കെല്ലാം വിട്ടുകൊടുത്തു. അതേപോലെ ദളിത് നേതാവായ കോൺഗ്രസിലെ കുമാരി ഷെൽജിയും ഹുഡയും തമ്മിലുള്ള ശീതസമരം, കോൺഗ്രസിലെ ഗ്രൂപ്പിസം, അത് കോൺഗ്രസിനെ ബാധിച്ചു. പിന്നെ കർഷക സമരത്തിൽ നിന്ന് വലിയ നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചു, അത് സാധിച്ചില്ല. മാത്രമല്ല BJPയിൽ ആത്മവിശ്വാസമില്ലായിരുന്നു ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ. അവർ ചെയ്തത് മുഖ്യമന്ത്രിയെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയിട്ട് OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നേതാവാക്കി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ചു. അദ്ദേഹം BJPയുടെ ഹരിയാന സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. OBCയിലെ സൈനി വന്നത് BJPയുടെ ജാതകം മാറ്റിമറിച്ചു എന്ന് വേണം ഊഹിക്കാം. ജാട്ട് വോട്ടുകൾ കൂട്ടമായിട്ട് BJPയിലേക്ക് കിട്ടില്ല, അത് കോൺഗ്രസ്സിലുമൊക്കെ ഭിന്നിച്ചു പോകുന്നു മനസ്സിലാക്കിയ BJP OBC വോട്ടുകളിൽ 28% വരുന്ന OBC വോട്ടുകളിൽ കേന്ദ്രീകരിച്ചു. അത് ഗുണം ചെയ്തു. ഒരു OBCക്കാരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്, നിലവിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കി മത്സരിപ്പിച്ചതും BJPക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ആത്മവിശ്വാസമാണ് വൻ തിരിച്ചടി സമ്മാനിച്ചത്. ഇനിയെങ്കിലും കോൺഗ്രസ് ദേശീയ തലത്തിലെടുത്ത ഇന്ത്യ സഖ്യ നിലപാട് സംസ്ഥാനങ്ങളിലും എടുത്തില്ലെങ്കിൽ ഇത്തരം പരാജയങ്ങൾ ആവർത്തിക്കപ്പെടും. കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് സഖ്യത്തിന് ഹരിയാനയിൽ ജയിച്ചു വരാമായിരുന്നു, ജമ്മു കാശ്മീരിൽ ജയിച്ചു വന്നു. പക്ഷേ കാര്യങ്ങൾ പാളിപ്പോയി. രാഹുൽ ഗാന്ധി AAP കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായിരുന്നു, പക്ഷേ ഹുഡ എല്ലാം തെറ്റിച്ചു. അവിടെയാണ് എല്ലാം പാളിപ്പോയത്. ദളിത് നേതാവ് ഷെൽജയെ മാറ്റി ഒതുക്കിയത് ദളിത് വോട്ടുകളും കോൺഗ്രസിന് നഷ്ടപ്പെടാൻ കാരണമായി. ഇതാണ് സത്യത്തിൽ ഹരിയാനയിൽ സംഭവിച്ചത്. കോൺഗ്രസിന് ജയിക്കാമായിരുന്ന ഒരു സംസ്ഥാനം നഷ്ടമായി. BJP ഹാട്രിക് വിജയം നേടിയിരിക്കുന്നു. ജമ്മു കശ്മീരിൽ എന്തായാലും മുഖം രക്ഷിക്കാനുള്ള വിജയം കിട്ടുകയും ചെയ്തു. കോൺഗ്രസ് ഇനിയും പാഠം പഠിക്കണം. ഇതുവരെയും പാഠം പഠിച്ചില്ല എന്നാണ് ഹരിയാന തെളിയിക്കുന്നത്.